ഒരു അപകട വാർത്തയിലേക്കാണ്. ആലപ്പുഴ കായംകുളത്ത് അജ്ഞാത വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചേരാവള്ളി സ്വദേശി ശിശുപാലനാണ് മരിച്ചത്. ഇടിച്ച വാഹനം കണ്ടെത്താനായിട്ടില്ല. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലാണ് ചേരുന്നത്. മനീഷ്, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടെ ഈ ഇടിച്ച വാഹനം കണ്ടെത്താനാവുമെന്നാണോ പ്രതീക്ഷ? ക്രിസ്റ്റീന, സംസ്ഥാന പാതയിൽ കായംകുളം പുനലൂർ റോഡിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. KP റോഡിൽ ഒന്നാംകുറ്റി ജംഗ്ഷന് സമീപം വെച്ചാണ് ഇന്ന് പുലർച്ചെ 4:30 അപകടം ഉണ്ടായിട്ടുള്ളത്. ഇരുവരും അതായത് രണ്ടുപേരും ഒരു ബന്ധുവീട്ടിൽ പോയി തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇടവനത്തറയിൽ, അത് കായംകുളം ചേരാവള്ളി സ്വദേശിയായിട്ടുള്ള ഇടവനത്തറയിലെ ശിശുപാലന്റെ ഭാര്യ സിന്ധു ഇവരാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇവരുടെ വാഹനത്തിൽ വന്നൊരു മറ്റൊരു വാഹനം കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ വാഹനം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കായംകുളത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള CCTV ക്യാമറകൾ, മറ്റ് തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ച് ഏത് വാഹനമാണെന്നുള്ള കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു. ഇതുവരെയും ഏത് വാഹനമാണെന്നുള്ളൊരു സൂചന പോലും പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആണെങ്കിലും ഈ ഭാര്യ സിന്ധുവിന്റെ നിലയും അതീവ ഗുരുതരമാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ആണ് സിന്ധു ചികിത്സയിലുള്ളത്. ഈ മരിച്ച ശിശുപാലന്റെ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി, ഉടൻ തന്നെ അജ്ഞാത വാഹനം ഏതാണെന്ന് കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് മനീഷ് മഹിപാലി വിവരം നൽകിയത്.